ഇത് റേഡിയോ ജനവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. മാലിദ്വീപിനെ അനുകരിച്ച് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആഹ്വാനം. എന്നാൽ ഈ ആഹ്വാനത്തെ ആത്മഹത്യാപരം എന്നാണ് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത്. കൃഷി, വ്യവസായം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ പങ്കാളിയാണ് ഇന്ത്യ. ബംഗ്ലാദേശിലെ സ്ത്രീകൾ അണിയുന്ന സാരികളിലും സ്വർണ്ണാഭരണങ്ങളിലും ഏറിയ പങ്കും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇത് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന പ്രതിപക്ഷത്തെ നന്നായി കളിയാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം നൽകുന്നവർ ആദ്യമായി സ്വന്തം ഭാര്യയോടും സഹോദരിയോടും അമ്മയോടും സാരി ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടണം എന്നാണ് ഹസീന പ്രതിപക്ഷത്തെ ഉപദേശിച്ചത്. പാകിസ്ഥാൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയത് ഇന്ത്യയാണ് എന്ന വസ്തുത ഈ പ്രതിപക്ഷം മറന്നുപോകുന്നു. പാക് കടലിടുക്കിലെ മനുഷ്യവാസമില്ലാത്ത വളരെ ചെറിയ ഒരു ദ്വീപാണ് കച്ചത്തീവ്. എന്നാൽ എല്ലാ വർഷവും പെരുന്നാൾ നടത്തുന്ന ഒരു പള്ളി ഇവിടെയുണ്ട്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഭക്തന്മാർ ഇവിടെ എത്തി പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒഴിവാക്കിയാൽ തീർത്തും ജനവാസമില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ദ്വീപ്. എന്നാൽ ഈ ദ്വീപ് ഇന്ന് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ ദ്വീപ് ശ്രീലങ്കയുടെയോ ഇന്ത്യയുടെയോ ഭാഗമായിരുന്നില്ല. ശ്രീലങ്കയുടെ ഭാഗമായി ഇന്ത്യ ഈ ദ്വീപിനെ അംഗീകരിച്ചത് 1974 ഇതിൻ്റെ കൈമാറ്റം അന്നത്തെ ഭരണകക്ഷിയുടെ വീഴ്ചയായി എന്നാണ് ഇപ്പോൾ പ്രചരണങ്ങൾ നടക്കുന്നത്. 48 വർഷങ്ങൾക്ക് മുൻപ് ഭാരത സർക്കാർ മറ്റൊരു വിദേശ രാജ്യവുമായി ഉണ്ടാക്കിയ ഉടമ്പടി നിരാകരിക്കുന്നത് അനുചിതമായ ഒരു നടപടിയാണ്. സർക്കാർ എന്നത് ഒരു തുടർ സംവിധാനമാണ്. വിദേശ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന കരാറുകൾ അംഗീകരിക്കുക എന്നതാണ് സാധാരണ കീഴ്വഴക്കം. മിയാൻമറിൻ്റെ തലസ്ഥാനമായ നെപ്പിത്വായിൽ പട്ടാളം പരാജയപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2021 പട്ടാളം മിയാൻമറിൻ്റെ ഭരണം പിടിച്ചെടുത്തത്. 2020 ഡിസംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഓങ് സാങ് സൂയിയുടെ കക്ഷി വലിയ ഭൂരിപക്ഷം നേടിയെങ്കിലും അധികാരമേറ്റെടുക്കാൻ ജനപ്രതിനിധികളെ പട്ടാളം അനുവദിച്ചില്ല. ഓങ് സാങ് സൂയി അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് എന്ന പേരിൽ ഒരു സമാന്തര ഭരണകൂടം രൂപീകരിച്ച് പട്ടാളത്തിനെതിരെയുള്ള പോരാട്ടം തുടങ്ങിയത്. നിഷ്കരുണം എതിരാളികളെ അടിച്ചമർത്താനുള്ള പട്ടാള നടപടികൾ വിജയിച്ചില്ല. തലസ്ഥാന നഗരി ഒഴികെയുള്ള മിക്കവാറും പ്രദേശങ്ങളും ഇപ്പോൾ വിമതന്മാരുടെ നിയന്ത്രണത്തിലാണ്. ചൈന ഒഴികെയുള്ള ഒരു രാജ്യവുമായി പട്ടാള ഭരണകൂടം ബന്ധപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു രാജ്യവും മിയാൻമർ വിഷയത്തിൽ ഇടപെടുന്നില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്തവർക്ക് അധികാരം നിഷേധിക്കുന്നത് തടയാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലാണ് ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്ന പ്രമേയം
രക്ഷാസമിതി പാസാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ശക്തമായ ഘടകമാണ് രക്ഷാസമിതി. പഞ്ചമഹാശക്തികളിൽ 4 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിക്കുകയും അമേരിക്ക വിട്ടുനിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ പ്രമേയം പാസ്സായത്. ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ദോഹയിലും കെയ്റോയിലും നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചു എന്നത് മാത്രമാണ് ഈ പ്രമേയം കൊണ്ടുണ്ടായ നേട്ടം. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഇസ്രായേലിൽ അനുദിനം ശക്തമാകുന്നു. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഈസ്റ്റർ സന്ദേശത്തിലൂടെ മാർപ്പാപ്പ ആവശ്യപ്പെടുന്നു. ദുഃഖം ഉള്ളിലൊതുക്കി യഹൂദന്മാർ പെസഹായും കത്തോലിക്കർ ഈസ്റ്ററും ആഘോഷിച്ചു. വ്രതശുദ്ധിയോടെ മുസ്ലിങ്ങൾ പെരുന്നാളിനൊരുങ്ങുന്നു. എന്നാൽ ഇതൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയോ ഹമാസിൻ്റെ നേതാക്കന്മാരെയോ അസ്വസ്ഥരാക്കുന്നില്ല. സിറിയയിലെ ഇറാൻ എംബസിക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തി എന്നാണ് ഇറാൻ്റെ ആരോപണം. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനടക്കം 6 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഇറാൻ ആരോപിക്കുന്നത് പോലെ അവിടെ പ്രവർത്തിച്ചിരുന്നത് എംബസി അല്ല, ഒരു തീവ്രവാദി സംഘമാണ് എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ എംബസിയെ ആക്രമിച്ചാൽ അത് ആ രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായി കണക്കാക്കണം എന്നാണ് അന്താരാഷ്ട്ര നിയമം. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇങ്ങനെ ഒരു നടപടിക്ക് ഇസ്രായേൽ തയ്യാറാകില്ല എന്നാണ് ഇറാൻ്റെ വിലയിരുത്തൽ. അമേരിക്ക ഇത് നിഷേധിച്ചുവെങ്കിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്ന് ഇറാൻ്റെ പിന്തുണയുള്ള തീവ്രവാദി സംഘങ്ങൾ ഇസ്രായേലിനെയും ഇസ്രായേൽ തിരിച്ചും ആക്രമിച്ചിട്ടുണ്ട്. ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഈ സംഘടനകളുടെ ലക്ഷ്യം. ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാകാതെ ഈ ആക്രമണങ്ങളും അവസാനിക്കില്ല. വേൾഡ് സെൻട്രൽ കിച്ചൻ്റെ 7 പ്രവർത്തകർ ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ തിങ്കളാഴ്ച കൊല്ലപ്പെട്ടു. ലോകത്തെങ്ങും ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് വേൾഡ് സെൻട്രൽ കിച്ചൻ. ലാഭേച്ഛ കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സംഘടനയുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ ഈ സംഭവം മനഃപൂർവ്വമായിരുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിശദീകരണം. ഇദ്ദേഹം ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന മുദ്രയുള്ള പതാക പ്രദർശിപ്പിച്ചിട്ടുള്ള വാഹനങ്ങൾക്കു നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൃത്യതയ്ക്കു പേരുകേട്ട ആധുനിക ആയുധങ്ങളാണ് ഇസ്രായേൽ സൈനികർ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത്. വേൾഡ് സെൻട്രൽ കിച്ചൻ്റെ വാഹനങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. എന്നിട്ടും ഇസ്രായേലി പട്ടാളം ഈ വാഹനങ്ങളെ എന്തുകൊണ്ട് ആക്രമിച്ചു എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നവരുടെ എണ്ണം ഇംഗ്ലണ്ടിൽ അനുദിനം വർദ്ധിക്കുന്നു. 3 മുൻ സുപ്രീം കോടതി ജഡ്ജിമാരടക്കം 600 നിയമവിദഗ്ധന്മാരാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ഋഷി സുനാകിന് കത്തയച്ചത്. വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്മൂലം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് വഴി വംശഹത്യാ കേസിൽ
ബ്രിട്ടനും പ്രതിയാകും എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വേൾഡ് സെൻട്രൽ കിച്ചൺ പ്രവർത്തകരുടെ കൊലപാതകം മനഃപൂർവ്വമല്ല എന്ന വിശദീകരണം ഇവർ അംഗീകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഋഷി സുനാക് ഒരു സംഘത്തെ നിയോഗിച്ചത്. എന്നാൽ ഇവർ ആവശ്യപ്പെടുന്നത് പോലെ ആയുധ വിൽപ്പന നിർത്തിവെക്കുക അത്ര എളുപ്പമാവില്ല. അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെ പിണക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഋഷി സുനാകിന് കഴിയില്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാരും ഇതേ ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ എന്ന സൈനിക സഖ്യം നിലവിൽ വന്നത്. 12 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് 32 രാജ്യങ്ങളുള്ള വലിയ ഒരു കൂട്ടായ്മയാണ്. 75-ാം വാർഷികാഘോഷ വേളയിൽ സെക്രട്ടറി സോൾട്ടൻബർഗ് നാറ്റോയുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചു. ഈ സംഘടനയിൽ അംഗമല്ലാത്ത ഉക്രൈനിനെ പിന്തുണയ്ക്കുന്നതിനോട് ചില അംഗങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അമേരിക്കയിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായാൽ അത് നാറ്റോയെ പ്രതികൂലമായി ബാധിക്കും എന്ന ആശങ്കയും ചില രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. യൂറോപ്പിലെന്നതുപോലെ തന്നെ അമേരിക്കയ്ക്കും നാറ്റോയെ ആവശ്യമുണ്ട് എന്ന് സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിൻ്റെ എതിർപ്പ് മൂലം ഉക്രൈനിന് വാഗ്ദാനം ചെയ്ത സഹായം നൽകാൻ കഴിഞ്ഞില്ല. ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാനായി ഒരു ഫണ്ട് രൂപീകരിക്കണമെന്നും സെക്രട്ടറി നിർദ്ദേശിച്ചു. സ്വന്തം രക്ഷ ഉറപ്പാക്കുക എന്ന പരിമിതമായ ലക്ഷ്യത്തോടെയാണ് 75 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഖ്യം രൂപീകരിച്ചത്. പ്രതിരോധത്തിനായിട്ടല്ല, ആക്രമണത്തിനായിട്ടാണ് ഇപ്പോൾ നാറ്റോ നിലകൊള്ളുന്നത് എന്നാണ് റഷ്യയുടെ വിമർശനം. പന്നിയുടെ കിഡ്നി സ്വീകരിച്ച 62-കാരനായ ഒരു രോഗി തൻ്റെ നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത് ലോകമാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചു. പ്രസിദ്ധമായ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർമാരാണ് ഈ വിജയം കൈവരിച്ചത്. പന്നിയുടെ കിഡ്നി ജനിതക മാറ്റം വരുത്തിയാണ് രോഗിക്ക് നൽകിയത്. ഇത്തരം പരീക്ഷണങ്ങൾ ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ പരീക്ഷണം വിജയിച്ചത്. മെച്ചപ്പെട്ട തയ്യാറെടുപ്പുകളോടെയാണ് ഇക്കുറി പരീക്ഷണം നടത്തിയത്. മനുഷ്യൻ്റെ കിഡ്നി പോലെ പന്നിയുടെ കിഡ്നിയും പ്രവർത്തിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഡയാലിസിസ് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ്. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും കിഡ്നി രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. മറ്റൊരു ചികിത്സകളും ലഭ്യമല്ലാത്ത വൃക്ക രോഗികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ വാർത്ത. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ചൊവ്വാഴ്ച ടെലിഫോണിലൂടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. തായ്വാനെക്കുറിച്ചുള്ള നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ദക്ഷിണ ചൈന കടൽ സുരക്ഷിത മേഖലയാക്കണം എന്ന ആവശ്യം അമേരിക്ക ആവർത്തിച്ചു. വ്യാവസായിക രംഗത്തും ആയുധ നിർമ്മാണത്തിലും റഷ്യയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. സാമ്പത്തിക ഉപരോധം പിൻവലിക്കണം എന്നതായിരുന്നു ചൈനയുടെ പ്രധാന ആവശ്യം. ഇരു നേതാക്കന്മാരുടെയും സംഭാഷണം വഴി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. വൻ ശക്തികളായ ഈ രണ്ടു രാജ്യങ്ങളും സ്വീകരിക്കുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് ഇന്ന് ലോകം നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. ഗാസയിലും ഉക്രൈനിലും യുദ്ധം
നീണ്ടുപോകുന്നതിൻ്റെയും കാരണം മറ്റൊന്നല്ല. അമേരിക്കയും ചൈനയും തമ്മിലുള്ള സഹകരണം ലോക സമാധാനത്തിന് വഴിയൊരുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. പ്രക്ഷേപണ ദൗത്യങ്ങളുടെ ജനകീയതയിൽ ശ്രവ്യാനുഭവങ്ങളുടെ ആസ്വാദ്യതയ്ക്കൊരു മറുവാക്ക്. ജൻവാണി 90.8 FM.